ഹമാസുമായുള്ള യുദ്ധം അവസാനിച്ച ശേഷവും ഗാസ മുനമ്പിന്റെ സുരക്ഷാ നിയന്ത്രണം നിലനിർത്തുമെന്ന് ഇസ്രായേൽ. സൈന്യത്തിന് പൂർണ്ണമായ പ്രവർത്തന സ്വാതന്ത്ര്യത്തോടെ ഗാസയിൽ സുരക്ഷാ നിയന്ത്രണം ഇസ്രായേലിന് ഉണ്ടായിരിക്കണമെന്ന് പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറഞ്ഞു. ഇസ്രായേൽ ഗാസ പൗരന്മാർക്കെതിരായ ഹമാസിന്റെ തീവ്രവാദ പ്രവർത്തനങ്ങൾ അനുവദിക്കില്ല. ഒക്ടോബർ 7-ന് മുമ്പുള്ള യാഥാർത്ഥ്യത്തിലേക്ക് ഗാസയ്ക്ക് തിരിച്ചുവരവില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഗാസ നിവാസികളുടെ മേൽ സൈനിക ഭരണമോ സിവിൽ ഭരണമോ ഇസ്രായേലിന് ആവശ്യമില്ലെന്ന് കാറ്റ്സ് അഭിപ്രായപ്പെട്ടതായി US ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് വാർത്താ ചാനൽ റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് കാറ്റ്സ് നിലപാട് വ്യക്തമാക്കിയത്. കാറ്റ്സിന്റെ മുൻഗാമിയായ യോവ് ഗാലന്റ് ഗാസയിൽ ഇസ്രായേലിന്റെ ദീർഘകാല നിയന്ത്രണത്തിനെതിരെ ശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. ഗാസയിൽ പ്രവർത്തിക്കാൻ സൈന്യത്തിന് സ്വാതന്ത്ര്യം നൽകുന്നതിനെക്കുറിച്ചുള്ള കാറ്റ്സിന്റെ അഭിപ്രായത്തെ പിന്തുണച്ചെങ്കിലും ഭരണപരമായി ഇടപെടുന്നതിനെ എതിർക്കുന്നതായി പ്രതിപക്ഷ നേതാവ് യയർ ലാപിഡ് പറഞ്ഞു. യുദ്ധാനന്തര ഗാസയുടെ ഇസ്രായേൽ നിയന്ത്രണം സഖ്യകക്ഷിയായ US-ന്റെയും ഐക്യരാഷ്ട്രസഭയുടെയും പ്രഖ്യാപിത കാഴ്ചപ്പാടിന് വിരുദ്ധമായിരിക്കും. ഹമാസിനെ അകറ്റി നിർത്തുകയും ഇസ്രായേൽ തുടരുന്നില്ലെന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്ന തരത്തിൽ ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കേണ്ടതുണ്ടെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ അഭിപ്രായപ്പെട്ടിരുന്നു. വെസ്റ്റ് ബാങ്കിന്റെ ചില ഭാഗങ്ങൾ ഭരിക്കുന്ന പലസ്തീൻ അതോറിറ്റി ഗാസയിൽ അധികാരം ഏറ്റെടുക്കണമെന്ന് വിഭാവനം ചെയ്യുന്നതായി UN സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസും പറഞ്ഞിരുന്നു. അതേസമയം 14 മാസമായി തുടരുന്ന ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ വെടിനിർത്താൻ കരാറിനുള്ള വഴി തെളിയുന്നതായും റിപ്പോർട്ടുകളുണ്ട്. അമേരിക്ക, ഈജിപ്ത്, ഖത്തർ എന്നീ രാജ്യങ്ങളുടെ മധ്യസ്ഥതയിൽ നടക്കുന്ന ചർച്ചകളിൽ പുരോഗതിയുണ്ടെന്നാണ് സൂചന. ഇസ്രായേൽ സൈന്യം ഗാസയിൽ നിന്ന് പിന്മാറുന്ന കാര്യത്തിൽ സമയക്രമം വേണമെന്ന കാര്യം അംഗീകരിക്കാൻ ഹമാസ് തയ്യാറായെന്നും അടുത്ത വൃത്തങ്ങളെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ കരാറിലെ വ്യവസ്ഥകളെപ്പറ്റി ഇപ്പോഴും ധാരണയായിട്ടില്ല. ജനുവരി 20-ന് മുമ്പ് തന്നെ കരാർ നിലവിൽ വന്നേക്കുമെന്നാണ് സൂചന. ഹമാസ് തടവിലാക്കിയ ഇസ്രയേലുകാരെ മോചിപ്പിക്കൽ, പോരാട്ടം നിർത്തിവെക്കൽ, പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കൽ, ഗാസയ്ക്കുള്ള സഹായം തുടങ്ങിയ കാര്യങ്ങളാകും ചർച്ച.